ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി PS രാജിന് അയ്യപ്പൻകോവിലിൽ സ്വീകരണം നൽകി. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ പുല്ലുമേട്ടിൽ നിന്നുമാണ് ഇന്നത്തെ പ്രചരണ പരിപാടി ആരംഭിച്ചത്. മരുതംപേട്ടയിലെത്തിയ PS രാജിനെ പ്രവർത്തകർ മാലയിട്ട് സ്വീകരിച്ചു. LDF ഉപ്പുതറ ഡിവിഷൻ സ്ഥാനാർത്ഥി PS രാജിന്റെ രണ്ടാം ദിവസത്തെ പര്യടനം അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ പുല്ലുമേട്ടിൽ നിന്നുമാണ് ആരംഭിച്ചത്. പഞ്ചായത്തിലെ 14 വാർഡിലും പര്യടനം പൂർത്തിയാക്കി വൈകിട്ട് 6 മണിക്ക് മാട്ടുകെട്ടിയിൽ പ്രചരണം സമാപിക്കും. മരുതംപേട്ടയിലെത്തിയ സ്ഥാനാർത്ഥികളെ പ്രവർത്തകർ മാലയണിയിച്ചാണ് സ്വീകരിച്ചത്. അരിവാൾ ചുറ്റിക നക്ഷത്രം തന്നെയാണ് ചിഹ്നം. അപ്പോൾ എളുപ്പമാണ്, ഒറ്റ ചിഹ്നം. ആ അരിവാൾ നോക്കി 3 ബട്ടണിൽ ഞെക്കിയാൽ ഞങ്ങൾ 3 പേരും ചെയ്യും. പിന്നെ ഉപ്പുതറ ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പൊ പല ആളുകളും ഉപ്പുതറ ഡിവിഷനിലായതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇത് അയ്യപ്പൻകോവിലെത്തി ഇപ്പൊ ഉപ്പുതറയും അയ്യപ്പൻകോവിലും കാഞ്ചിയാറും അടങ്ങുന്നതാണ് ഉപ്പുതറ ഡിവിഷൻ. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലുള്ളവർക്കും ഉപ്പുതറ പഞ്ചായത്തിലുള്ള കാഞ്ചിയാറ്റിലുള്ളവർക്കും വോട്ട് ചെയ്യാം. എന്തായാലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ 3 പഞ്ചായത്തിലായി 49 വാർഡുണ്ട്. ഈ 49 വാർഡിലും പൂർണ്ണമായിട്ട് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇനി 9-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. എല്ലാ വീട്ടിലും പോകാൻ പറ്റില്ല, എല്ലാ വോട്ടർമാരെയും കാണാനും പറ്റില്ല. എങ്കിലും എനിക്ക് വേണ്ടി കൂടി ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിമാർ വോട്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ വന്നെങ്കിലും ഇവിടെയുള്ള പല വീടുകളിലും പോകാൻ കഴിഞ്ഞിട്ടില്ല. പുല്ലുമേട്ടിൽ നിന്നും ആരംഭിച്ച പര്യടനം പഞ്ചായത്തിലെ 14 വാർഡിലെയും പ്രധാന കേന്ദ്രങ്ങളിലെത്തി സ്വീകരണം ഏറ്റുവാങ്ങിയാണ് കടന്നുപോയത്. മരുതംപേട്ടയിൽ സംഘടിപ്പിച്ച സ്വീകരണത്തിൽ LDF സ്ഥാനാർത്ഥി PS രാജൻ നന്ദി പറഞ്ഞു. LDF നേതാക്കളായ MJ ബാബച്ചൻ, ടോമി പകലോമറ്റം, B ബിനു, TK സിജുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.